സന്ദീപ്, ഈ ജൂൺ മാസം 30 സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ കടുത്ത തീരുമാനത്തിലേക്ക് എത്തുകയാണ്. 30 നിരത്തിൽ നിന്ന് റോഡുകൾ പിൻവലിക്കാൻ നിർബന്ധിതരാകുകയും ജൂലൈ 1 സർവീസ് നടത്തണമോ എന്നുള്ള കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ ഒരു പ്രിയദർശിനി പദ്ധതിയാണ്. KSRTCയുടെ ഒരു വിഭാഗം ബസ്സുകളിൽ നടത്തിയ സൗജന്യ യാത്ര സ്വകാര്യ ബസ്സുകളെ കാര്യമായി ബാധിച്ചു കഴിഞ്ഞു. അവരക്കാര്യം വ്യക്തമാക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ത്രൈമാസ നികുതിയിൽ 50% നികുതി ഇളവ് പ്രഖ്യാപിച്ചെങ്കിലും അത് പോരാ, അല്ല ഇതുകൊണ്ടൊന്നും നഷ്ടം നികത്താൻ പറ്റുന്നില്ല എന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടെയാണ് അവർ 30-ാം തീയതിക്ക് ശേഷം ഇനി സർവീസ് നടത്തണമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുമായി പങ്കുവച്ചിരിക്കുന്നത്. ഈ സാഹചര്യം സർക്കാരിന് എത്രത്തോളം ഒരു പ്രതിസന്ധിയിലാക്കുന്നുണ്ട്? സർവീസ് നിർത്തും എന്നല്ല അവർ പറയുന്നത് സർവീസ് താനെ നിന്ന് പോകുന്നതാണ്. കാരണം ആ ഒരു അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. ദിവസവും 5000 രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടാകുന്ന സ്ഥലത്താണ് 100 രൂപയുടെ ഇളവ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഒരു പറയുന്നതിൽ ഒരു അന്യായം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പ്രതിസന്ധി തന്നെയാണ്. ഒരു സ്ത്രീ ഓർഡിനറി ബസ് KSRTC ഓർഡിനറി ബസ് കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ കൂടെയുള്ള കുട്ടികൾ, ഭർത്താവ് എല്ലാവരും കൂടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇത് വരുമാനനഷ്ടം തീർച്ചയായും വളരെ വലുതായിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിലപ്പുറത്തേക്ക് പ്രശ്നങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ആരുടെ കയ്യിലും വ്യക്തമായൊരു ഉത്തരമില്ല. VD സതീശൻ ഈ കാര്യത്തിൽ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. സർക്കാരിന് ശരിക്കും പറഞ്ഞാൽ ഇത് സർക്കാർ ഒരു തരത്തിൽ ട്രാപ്പിലായ മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. സ്വകാര്യ ബസ്സുകളുടെ ഒരു സർവീസ് എന്ന് പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ്. കേരളത്തിൻ്റെ പൊതുഗതാഗതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്വകാര്യ ബസ്സുകളാണ്. തെക്കൻ ജില്ലകളിൽ മാത്രമാണ് പൊതുഗതാഗതത്തിൽ KSRTCക്ക് കാര്യമായി പങ്കുള്ളത്. വടക്കൻ ജില്ലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വടക്കൻ ജില്ലയിലേക്ക് പോകണ്ട, എറണാകുളം തൊട്ട് തന്നെ നമുക്ക് കാണാം. ഇവിടുന്ന് അങ്ങോട്ട് മധ്യകേരളം തൊട്ട് അങ്ങോട്ട് KSRTC അല്ല, സ്വകാര്യ ബസ്സുകളാണ്. അപ്പോൾ അവരുടെ തകർച്ച എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ പൊതുഗതാഗത സംവിധാനം മൊത്തം തകരുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇവർ പറയുന്നത് 30-ാം തീയതിയോട് കൂടിയിട്ട്, ജൂലൈ 1 കൂടിയിട്ട് പിന്നീട് ബസ്സുകൾ വലിയ തോതിൽ നിർത്തിവെക്കേണ്ടി വരും. ആളുകൾ ഇതിനകം തന്നെ നിർത്തിവെക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ബസ്സുകൾ അതുകൊണ്ട് നിർത്തിവെക്കാൻ തുടങ്ങിയിട്ടുണ്ട് സർവീസുകൾ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല മീഡിയകളിൽ വന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലൊക്കെ ആളൊഴിഞ്ഞ് കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വന്നിരുന്നു. അത് വലിയൊരു പ്രതിസന്ധിയാണ്. ഏത് തരത്തിലാണ് സർക്കാർ ഇതിനെ നേരിടാൻ പോകുന്നതെന്ന് അറിയില്ല. ഒരു ബസ്സിന് ത്രൈമാസ നികുതി 38 സീറ്റുള്ളൊരു ബസ്സിന് വരുന്നത് 19,000 രൂപയാണ്. അപ്പോൾ 19,000 രൂപയിൽ ഒരു ദിവസത്തേക്ക് 3 മാസത്തെ 19,870. അതെ, അത് ഒരു 3 മാസത്തെ കണക്കാണ്. ഒരു ദിവസത്തേക്ക് അത് കണക്കാക്കുമ്പോൾ 200 രൂപയോളാണ് വരുന്നത്. 106 മുതൽ 142 രൂപ വരെ ഒരു ദിവസം ഇളവായിട്ട് വരുന്നത്. ഇളവ് കിട്ടിയതിന് ശേഷമുള്ളത്. അതെ. അപ്പോൾ ഈ 106 രൂപ കൊണ്ട് അവർക്ക് ഒന്നും ആവില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. കാരണം 8 രൂപ ഡീസലിന് തന്നെ 4 തവണയായിട്ട് 8 രൂപയോളം. ഒരു ദിവസം തന്നെ ഒരു 10,000 രൂപയുടെ വർധന അവർക്ക് ഡീസലിൻ്റെ ചിലവിൽ തന്നെ വന്നിട്ടുണ്ട്. 80 ലിറ്റർ ഡീസൽ അടിക്കുന്ന ഒരു ബസ്സിന് 640 രൂപയുടെ വർധന ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് ചെലവ്. അപ്പോൾ ഇതിൽ വളരെ തുച്ഛമായ തുകയാണ് ഈ 102 രൂപ 106 രൂപ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു ആലോചന സർക്കാർ ഗൗരവത്തോടെ നടത്തേണ്ടിയിരിക്കുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ് ബസ്സുകാർ ഉന്നയിക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി വന്നതിന് ശേഷം ഇവർ പറയുന്നത് സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായെന്നാണ്. ഏകദേശം ഒരു 30 മുതൽ 40% യാത്രക്കാരുടെ കുറവുണ്ടായെന്ന് പറയുന്നത്. ചിലർ പറയുന്നുണ്ട് 40% മുകളിൽ തന്നെയാണെന്നുള്ളത് പറയുന്നത്. അതുവഴി ഏകദേശം ഒരു 3,000 രൂപ മുതൽ 4,000 രൂപ വരെ നഷ്ടം പ്രതിദിനം ഉണ്ടായെന്ന് പറയുന്ന ഒരു ഭാഗം ബസ് ഉടമകളുണ്ട്. അതുപോലെ തന്നെ അതിലും മുകളിലാണ്, ഞങ്ങൾക്ക് 4,000-നും 6,000-നും ഇടയ്ക്കാന്ന് പറഞ്ഞ ചില ബസ് ഉടമകളുമുണ്ട്. പക്ഷേ ഇത് പലരുടെയും കണക്ക് വ്യത്യസ്തമാണ്. പക്ഷേ അവർ പറയുന്നൊരു ഭീകരമായ നഷ്ടം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്നത് സർക്കാർ KSRTC ബസ്സുകളിൽ നടത്തിയ ഈ പദ്ധതി ഉണ്ടോ, സ്ത്രീകൾക്ക് സൗജന്യ പദ്ധതി, അത് സ്വകാര്യ ബസ്സുകളിലും അനുവദിക്കണം. അത് കഴിഞ്ഞ് KSRTCക്ക് പൈസ കൊടുത്തതുപോലെ തന്നെ ഞങ്ങൾക്ക് പൈസ തരണം എന്നുള്ള ആ ഒരു കാര്യത്തിലാണ് അവരിപ്പോഴുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്ര ഈ നികുതി ത്രൈമാസ നികുതിയിലെ 50% ഇളവ് നൽകിയാൽ പോലും അത് ഇപ്പോഴത്തെ ഒരു നഷ്ടത്തെ മറികടക്കാൻ സാധിക്കുന്നതല്ല എന്ന് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ ഇളവ് നൽകിയ തീരുമാനത്തെ അവർ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. കാരണം ഒരു ചെറിയ കാര്യമല്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം നിലവിൽ ഈ പ്രതിസന്ധി മറികടക്കാൻ പറ്റുന്നില്ല. അതിന് ഇവർ പറയുന്ന കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീസലിൻ്റെ വില വർധനവ്, ഇപ്പം ഒരു മാസത്തോളമായിട്ട് ഇപ്പോൾ 8 രൂപയോളം ഉണ്ടായ വർധനവ്, അതിനോടൊപ്പം തന്നെ ഈ സ്പെയർ പാർട്സുകളുടെ വർധനവ്, വിലകളിലുണ്ടായ വർധനവ് അടക്കം ഇവർ ഒരുവിധം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്, ഡിമാൻഡ്സ് വെക്കുന്നുണ്ട്. പലതരം സെസ്സുകളുണ്ട്. അതെ അതെ. അങ്ങനെയുള്ള ഈ ആവശ്യങ്ങളും പ്രതിസന്ധികളും നിൽക്കുമ്പോൾ ഈ നമുക്കറിയാം ഇത്ര ദിവസത്തിന് ശേഷം സ്വാഭാവികമായിട്ടും സർക്കാരിന് ഈ പദ്ധതി മറ്റു ബസ്സുകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പം തന്നെ 3000-ഓളം ബസ്സുകളിലാണ് ഇപ്പം ഈ പ്രിയദർശിനി പദ്ധതിയുള്ളത്. അപ്പം കൂടുതൽ ബസ്സുകളിലേക്ക് വ്യാപിപ്പിച്ചാൽ മാത്രമേ ഇപ്പോഴുള്ള വിമർശനത്തെ മറികടക്കാൻ സർക്കാരിന് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ സ്വകാര്യ ബസ്സുകൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തും. ഇപ്പം ജൂലൈ 1 മുതൽ ഓടാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ എത്തുമെന്ന് പറയുമ്പോൾ പോലും അത് സർക്കാരിനുള്ളൊരു മുന്നറിയിപ്പാണ്. സർക്കാർ ഇതുവരെ അവരുമായിട്ട് ഒരു തുറന്ന ചർച്ചകളിലേക്കൊന്നും കടന്നിട്ടില്ല. ഇപ്പോൾ ഈ ബജറ്റിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് ത്രൈമാസ നികുതിയിലുണ്ടായ 50% കുറവ് മാത്രമാണ്. മറ്റ് ആനുകൂല്യങ്ങളൊന്നും അവർക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കിനി മുന്നിലുള്ളത് സർക്കാരുമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളിലുള്ളിൽ ചർച്ച നടത്തുക എന്നുള്ളൊരു പോംവഴിയാണ്. ആ ചർച്ച നടത്തിയാൽ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം വെച്ചാൽ ബജറ്റിൽ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ഇതിനപ്പുറം ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ പെട്ടെന്ന് സർക്കാരിന് നടത്താൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രിയദർശന പദ്ധതിയെ പിന്നോട്ടടിക്കാൻ വേണ്ടി സർക്കാർ ഒരു തരത്തിലും നിന്നു കൊടുക്കില്ല. ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾക്ക് മാത്രമാണ് കൂടുതൽ തിരിച്ചടി ഉണ്ടാകുന്നത്. അവർ പറയുന്ന രീതി അനുസരിച്ച് ഇപ്പം ദിവസം ഉണ്ടാകുന്ന ഒരു 3000 രൂപയുടെ മുകളിലുള്ള നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് സർക്കാരിനെ കൊണ്ടിപ്പോൾ ഒന്നും സാധിക്കില്ല. അവർ ഡീസലിന് സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണയ്ക്ക് സബ്സിഡി നൽകുന്ന പോലെ ഡീസലിന് സബ്സിഡി നൽകണമെന്നുള്ള കുറേ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ കൺസെഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ ആവശ്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ഈ കൺസെഷൻ വിഷയം സർക്കാർ എന്നാണ് എടുക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് മാറും. പിന്നെ ഡീസൽ സബ്സിഡിയോടുകൂടി നൽകുന്ന കാര്യം അതും സർക്കാർ ഏറ്റെടുക്കാനുള്ള സാധ്യത കുറവാണ്. അതിനൊപ്പം തന്നെ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ബസ്സുകളിലെ കണ്ടക്ടറെ ഞങ്ങൾ നിയമിക്കും, ഡ്രൈവറെ നിയമിക്കുക, അതൊന്നും സർക്കാരിന് എനിക്ക് തോന്നുന്നില്ല അത് സർക്കാർ അംഗീകരിക്കുമോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഇളവുകൾ ചെയ്ത് നൽകുമോ എന്നുള്ള കാര്യങ്ങളൊന്നും. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും സ്വകാര്യ ബസ്സുകളുടെ അവരുടെ കണക്ക് നിരത്തി പറയുമ്പോൾ പോലും അവരിപ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ്. സർക്കാരിന് ഈ പ്രതിസന്ധി എത്രത്തോളം മറികടക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സാധ്യത വളരെ കുറവുള്ള കാര്യമാണ്. ഇതിൽ സ്ത്രീകളുടെ സൗജന്യയാത്ര അനുവദിച്ചപ്പോൾ ഉണ്ടായ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് അവരുടെ ഉറച്ച എന്താ പറയുക വരുമാനമാണ് ഇല്ലാതാവുന്നത്. കാരണം സ്ത്രീകൾ വലിയ തോതിൽ ആശ്രയിക്കുന്നത് പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നത് നമുക്ക് കാണാം. കാരണം എന്താ വെച്ചാൽ ബൈക്കുകൾ, അതുപോലെ സ്കൂട്ടറുകളൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണം താരതമ്യേന കുറവാണ്, പുരുഷന്മാരെ അപേക്ഷിച്ച് കുറവാണ്. അവരിൽ വലിയൊരു വിഭാഗം ആളുകൾ പൊതുഗതാഗതത്തെയാണ് ആശ്രയിക്കുന്നത്. ആ ഒരു ഉറച്ച ഉപയോക്താക്കളെയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ നഷ്ടം ഏതെങ്കിലും തരത്തിൽ നികത്താൻ ഒരു വഴിയില്ലാത്ത തരത്തിലുള്ള നഷ്ടമാണ് സംഭവിക്കുന്നത്. ഇതിന് കൂടാനേ സാധ്യതയുള്ളൂ. കാരണം വടക്കൻ മേഖലകളിൽ പല റൂട്ടുകളും പ്രിയദർശിനി ബസ് വേണമെന്നുള്ള ആവശ്യങ്ങളായിട്ട് വരുന്നുണ്ട്. അത് എം എൽ എമാരുടെ നേർക്ക് അതിൻ്റെ എന്താ പറയുക സമ്മർദ്ദങ്ങൾ വരും. സ്വാഭാവികമായിട്ട് കൂടുതൽ ബസ്സുകൾ അനുവദിക്കേണ്ടിയൊക്കെ വരികയാണെങ്കിൽ സർക്കാർ ഏതായാലും ഫണ്ട് ഇറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഫണ്ട് അവർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായി കൂടുതൽ ബസ്സുകൾ ഇറക്കാൻ തയ്യാറാവണമെങ്കിൽ ഇത് കൂടുതൽ പ്രതിസന്ധിയിലാവും. അത് വലിയ പ്രശ്നങ്ങളാണ് ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. ഈ സ്വകാര്യ ബസ്സുകൾ പറയുന്നൊരു കാര്യം, ഈ ബജറ്റിലെ ത്രൈമാസ നികുതിയിലെ 50% ഇളവ് വരുത്തി എന്നുള്ളത് അറിയിച്ച് സ്വകാര്യ ബസ് വ്യവസായത്തിന് പിടിച്ചു നിൽക്കാനുള്ള കാര്യമായി ഇളവുകളോ പ്രഖ്യാപനങ്ങളോ ഉണ്ടായിട്ടില്ലെന്ന് അവർ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പോലും നമ്മൾ ഈ വിഷയത്തെ, പിന്നെ സർക്കാർ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ ഈ വിഷയം എത്രത്തോളം സർക്കാരിൻ്റെ മുന്നിലേക്ക് സ്വകാര്യ ബസ്സുകൾക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ പോലും എത്രത്തോളം നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ അവർക്കും സംശയമുണ്ട്. കാരണം ബജറ്റിലൊരു പ്രഖ്യാപനമുണ്ടായി, ത്രൈമാസ നികുതി 50% ഇളവ്. ഇതിനെ മറികടന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വേറൊരു ഇളവോ അല്ലെങ്കിൽ ഇനി പ്രത്യേക ഒരു സബ്സിഡി പോലുള്ളതൊന്നും അവരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് സർക്കാരുമായിട്ട് ഒരു തുറന്ന യുദ്ധത്തിന് സ്വകാര്യ ബസ്സുകൾ കടന്നേക്കില്ല. ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ അവർ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. അവർ ഇതിനു മുമ്പ് തന്നെ അവർ പറഞ്ഞിരുന്നു,
സമരത്തിലേക്ക് കടക്കാൻ പോലുമുള്ള സാഹചര്യം തങ്ങൾക്കില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് സമരത്തിലേക്ക് കടന്നിട്ട് ബസ്സുകൾ എവിടെയെങ്കിലും സർവീസ് നടത്തി ഇട്ടാൽ പോലും നഷ്ടമാണ് സംഭവിക്കുന്നത്. പല ബസ്സുകളും ഇത് കൂട്ടലാണ് ലോണൊക്കെ എടുത്താണ് EMI-യിലാണ് അതിൻ്റെ മുമ്പോട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിന് തന്നെ മാസത്തിൽ അടവ് തന്നെ ഭീകരമായ പൈസ വരുന്നുണ്ട്. അപ്പോൾ ഈ സർവീസ് അവസാനിപ്പിച്ച് അവർ ഷെഡിൽ കയറ്റി ഇട്ടെന്ന് പറയുമ്പോൾ പോലും അവിടെ നഷ്ടം സംഭവിക്കുകയാണ്. അതുകൊണ്ട് അവരൊരു ഒരിക്കലും ഒരു സമരത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അവർ എന്തായിരിക്കും ഒരു തീരുമാനം എന്നുള്ള ഈ സമരം ഒന്നും കടക്കില്ല എന്നൊക്കെ തുറന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർക്ക് അറ്റകൈയിട്ട് സമരത്തിലേക്ക് കടക്കേണ്ടി വന്നേക്കാം. അങ്ങനെയിൽ സർക്കാരിനെ ഒരു ചർച്ചയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്താൻ ഒരു ശ്രമം നടത്തിയേക്കാം. ഒരു ദിവസം 2 ദിവസമൊക്കെ അവർ ചിലപ്പം വേണമെങ്കിൽ പണി മുടക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയേക്കും. പക്ഷെ അവർ ഒരു തുടർച്ചയായ ദിവസങ്ങൾ അനിശ്ചിതകാല സമരത്തിനൊന്നും കടക്കാനുള്ള സാധ്യതയില്ല. കാരണം അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സ്വകാര്യ ബസ്സുകൾക്ക് തന്നെയാണ് തിരിച്ചടി ഉണ്ടാകുന്നത്. നമുക്കിപ്പം അറിയാം, സന്ദീപം പറഞ്ഞ പോലെ സ്വകാര്യ ബസ്സുകളുടെ ഒരു എണ്ണത്തിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കുറവ് സംഭവിച്ചിട്ട് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണവും വളരെയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളിലല്ല KSRTC-യിലും. ഈ കോവിഡിന് ശേഷം നമുക്കറിയാം ഈ ഇരുചക്രവാഹനങ്ങളുടെയും മറ്റു വാഹനങ്ങളുടെയും എണ്ണം കൂടിയിട്ടുണ്ട്. ആളുകൾ സ്വന്തം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇവർ ഈ സ്വകാര്യ ബസ്സുകൾ എപ്പോഴും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ബസ്സുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്, പല ബസ്സുകളും സർവീസ് നടത്തി ഉപേക്ഷിച്ചു, പലതും ഇപ്പോൾ സർവീസ് നടത്താൻ ലാഭകരമല്ലെന്ന് പറയുന്നുണ്ട്. അതിന് പ്രധാന കാരണമായിട്ട് ഇവർ പറയുന്നത്, എനിക്ക് തോന്നുന്നു ഡീസലിൻ്റെ വില വർധനവ് അങ്ങനെയുള്ള കാരണങ്ങളൊന്നുമില്ല, യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബസ്സുകളിൽ യാത്ര ചെയ്യുന്നുണ്ട്, എണ്ണം കുറഞ്ഞു എന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ആ ഒരു കാരണമാണ് അവിടെയുള്ളത്. അങ്ങനെയുള്ള പലവിധ പ്രതിസന്ധികൾ സ്വകാര്യ ബസ് മേഖല നേരിടുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രിയദർശിനി പദ്ധതി പോലുള്ളൊരു വലിയൊരു ആഘാതം അവർക്കുണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇവരിനി എന്ത് പോംവഴിയാണ് സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വലിയൊരു അവരുടെ കുറച്ച് നിർദ്ദേശങ്ങളുണ്ടാവും. അതിനെ മറികടക്കാൻ സർക്കാരിന് എന്തെല്ലാം തീരുമാനം എത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി ആകാംക്ഷയുള്ളത്.